ഗവൺമെന്റിൽ നിന്നും എന്തൊക്കെ നേട്ടങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? ചോദിച്ചു നോക്കിയാലോ. ഒരു സഹായവും ഗവൺമെന്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? ഈ 78 വയസ്സിനിടയിൽ സഹായങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. സത്യമാണ് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ വീടെല്ലാം ഇടിഞ്ഞു തൊഴിഞ്ഞ് ഇതായി കിടക്കുകയാണ്. അവർ മെയിൻ്റനൻസിന് 1 ലക്ഷം രൂപ വിധിയായിട്ടുണ്ട്. പക്ഷെ മോളുടെ പേരിലാണ് വിധിയാക്കിയപ്പോൾ അവളുടെ പേരിലല്ല തല എൻ്റെ പേരിലാണ്. അതുകൊണ്ട് അവർ തരാതെ പണം ബാങ്കിൽ കിടക്കുകയാണ് അവർ നിർത്തി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഇതിലിപ്പോൾ വീണ്ടും എൻ്റെ പേര് മാറ്റി എഴുതിയിട്ടുണ്ട്. അവർ തരുമെങ്കിൽ പറയും, തരുമെങ്കിൽ എൻ്റെ വീട് ശരിയാക്കും. തറയിൽ വന്നു മോനെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറുപടവയിലാണ് രക്ഷപ്പെട്ടത്. ഒരു മോനുണ്ടായിരുന്നു. മോൻ മരിച്ച് 1 വർഷവും 2 മാസവും. അയ്യോ. പക്ഷെ മോനുണ്ടായിരുന്നെങ്കിൽ ഇവരാരെയും കിഴിയാൻ പോകത്തില്ല മോനെ. എൻ്റെ മോൻ ശരിയാക്കി. അവൻ പോയി 1 വർഷവും 2 മാസവും. ഞാൻ ആരോടും അപേക്ഷയെല്ലാം കൊടുത്തു. 1 ലക്ഷം രൂപ സാങ്ഷനായി. അത് പിന്നെ അങ്ങത്തുള്ളതുകൊണ്ട് എൻ്റെ പേരിൽ അവർ തരുമെന്ന് പറഞ്ഞിട്ട് അവസാനത്ത് എൻ്റെ പേരിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടിട്ട് അവർ തരാതെ അവര് പറഞ്ഞ് ഞാനെല്ലാം ഈ റെക്കോർഡെല്ലാം കൊടുത്തു. ചെറിയതിൻ്റെ ബുക്കിൻ്റെ ഈ ബാങ്കിൻ്റെയും മറ്റേ വേറെ ഈ ആധാറിൻ്റെയും എല്ലാ ഇതും അവര് പറയുന്നത് എൻ്റെ പേരിൽ തരുമെന്ന്. ഇതെല്ലാം പൊളിഞ്ഞ് പോയി വാങ്ങിക്കാം. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇതായി പോകും. ഒരു നിവർത്തിയില്ല മോനെ. അവിടെ ആരാ? അമ്മ മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്? അതെ. അമ്മയുടെ സ്വന്തം മോളാണോ ഇത്? മരുമോളാ? ഈ മരുമോളുടെ ഹസ്ബൻഡാണോ മരിച്ചെന്ന് പറഞ്ഞത്? അനിയൻ. ഓ ശരി. അപ്പം നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.